ബ്രാഹ്മണന്റെ പ്രത്യയശാസ്ത്രത്തിനെ സംബന്ധിച്ച് ശ്രുതികൾ, സ്മൃതികൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഇത് ചുട്ടുകരിക്കണം എന്നല്ല, അത് ബോംബിട്ട് തകർക്കണം എന്നാണ്. ഇതിനു മുമ്പും സംഘപരിവാറിനെതിരെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ റിൻഷാദിനെ പോലെ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത സമയത്തും അതിന് സോൾഡാരിറ്റി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ മദനി. എന്നിട്ടും ഈ സംഘപരിവാറിന്റെ വളർച്ച അത് നമുക്ക് തടുക്കാനോ തകർക്കാനോ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ അതെന്തുകൊണ്ടായിരിക്കും ആളുകൾക്ക്? അതിന്റെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഘപരിവാറിന്റെ ആശയങ്ങൾ സംഘപരിവാർ വിതരണം ചെയ്തതല്ല. സംഘപരിവാർ ഉണ്ടായിട്ട് മാസത്തില് ഒരു 100 കൊല്ലത്തിലധികമില്ല അവരുടെ ഇത്. പക്ഷെ ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവരുപയോഗിക്കുന്ന ഈ ആയുധം, അതായത് സവർണ പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം ഇന്ത്യൻ്റെ അടിമുടി മനുഷ്യരിൽ അത് അവരെ ബോധപൂർവം അതായത് അംബേദ്കർ പറഞ്ഞത് കേട്ടിട്ടുണ്ട് നിങ്ങൾ, അതായത് ബ്രാഹ്മണന്റെ പ്രത്യയശാസ്ത്രത്തിനെ സംബന്ധിച്ച് ശ്രുതികൾ, സ്മൃതികൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഇത് ചുട്ടുകരിക്കണം എന്നല്ല, അത് ബോംബിട്ട് തകർക്കണം എന്നാണ്. വെണ്ണീര് പോലും കണ്ടു. ആ ബ്രാഹ്മണന്റെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നിടത്തോളം കാലം ബ്രാഹ്മണൻ നിങ്ങളെ ഭരിക്കുന്നത് തോട്ടുന്നതാവും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ അമ്മിഞ്ഞപ്പാലിലൂടെ നമ്മൾക്ക് കിട്ടുന്നത് ഇതാണ് എന്ത്? ബ്രാഹ്മണ പ്രത്യയശാസ്ത്രം. എന്താ നമ്മുടെ അമ്മമാരാണ് ഈ തെറ്റായിട്ടുള്ള കോടിക്കണക്കിന് ദൈവങ്ങളാണ്. ഈ ദൈവങ്ങളെയൊക്കെ കൊണ്ടുനടക്കുന്നത് നമ്മുടെ അമ്മമാരാണ്. അവരുടെ അമ്മമാര് പഠിപ്പിച്ചാണ്. അങ്ങനെ തലമുറയായിട്ട് ഈ ബ്രാഹ്മണാധിപത്യം, അവര് സേവനം നടത്തിയിരുന്ന രാജാധിപത്യം, അവര് ഈ മനുഷ്യ മനസ്സിലേക്ക് ഇത് അടിച്ചടിച്ച് കയറ്റിയതാണ്. അത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാ, 10 കൊല്ലം കൊണ്ട് അത് കൂടും. അപ്പം ഈ രീതിയിൽ കമ്മ്യൂണിസം, മാർക്സിസം ഒക്കെ വന്നിട്ട് വെറും 100-150 കൊല്ലമായിട്ടു. അപ്പം ഈ രീതിയിൽ തെറ്റായ ഒന്ന് ശരിയാണെന്ന് ധരിക്കാൻ തുടങ്ങിയ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ധരിക്കുന്ന ഒരു ജനതയെന്ന് അത് പറച്ചെറിയാൻ വേണ്ടി നല്ല പ്രയാസമുണ്ട്.